ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ 5ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ 3ാമത്തെയും 4ാമത്തെയും ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തൊഴിൽ വൈവിധ്യങ്ങൾ, വസ്ത്രത്തിന്റെ നാൾവഴികൾ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പഠിപ്പ് തീർന്നാൽ എന്ന കവിത എഴുതിയതാരാണ്? എൻ വി കൃഷ്ണവാര്യർ. പഠിപ്പ് തീർന്നാൽ എന്ന കവിത എഴുതിയത് എൻ വി കൃഷ്ണവാര്യർ ആണ്. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുക്കുക. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത്. ഇതിലേതാ ശരിയല്ലാത്തത്? ഡി ആണ്. തൊഴിലിന് പ്രതിഫലമായി ലഭിക്കുന്നത് എന്താണ്? കൂലിയാണ്. തൊഴിലിന് പ്രതിഫലമായി ലഭിക്കുന്നത് കൂലിയാണ്, പലിശയല്ല. ഇനി ഈ പറയുന്ന ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ. ശരിയാണല്ലേ? വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ. കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളികൾക്ക് നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം. വരുമാനത്തിനായി ഒരു വ്യക്തി ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിലും ഈ പറയുന്നവയിൽ ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഈ പറയുന്നവയിൽ ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഏതാണ് ശരിയല്ലാത്തത്? ഡി ആണ്. ബാങ്ക് നിക്ഷേപത്തിന്റെ വരുമാനം എന്താണ്? ബാങ്ക് നിക്ഷേപത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് പലിശയാണ്. ബാങ്ക് നിക്ഷേപത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് പലിശയാണ്. ഇനി ഓപ്ഷൻ നോക്കാം. കൃഷിയുടെ വരുമാനമാണ് വിള. ബിസിനസിന്റെ വരുമാനം ലാഭം. ഓഹരി നിക്ഷേപങ്ങളുടെ വരുമാനം ലാഭവിഹിതം. ബാങ്ക് നിക്ഷേപത്തിന്റെ വരുമാനം പലിശയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനത്തെ എന്താണ് പറയുന്നത്? ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനത്തെ എന്താണ് പറയുന്നത്? ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് വ്യക്തിഗത വരുമാനം. വ്യക്തിക്ക് ലഭിക്കുന്നത് എന്താണ്? വ്യക്തിഗത വരുമാനമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് എല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനം എന്താണ് പറയുന്നത്? ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ലഭിക്കുന്ന ആകെ വരുമാനത്തെ എന്താണ് പറയുന്നത്? കുടുംബ വരുമാനമാണ്. കുടുംബ വരുമാനമാണ്. ഈ നേരത്തെ ക്വസ്റ്റ്യൻ ഓർത്ത് നോക്കാം. എന്താ? ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനത്തെ നമ്മൾ എന്താ പറയുന്നത്? വ്യക്തിഗത വരുമാനം. വ്യക്തിക്ക് ലഭിക്കുന്നതാണ് വ്യക്തിഗത വരുമാനം. എന്നാൽ ഒരു കുടുംബത്തിൽ എല്ലാവർക്കും കൂടെ ലഭിക്കുന്നതോ കുടുംബ വരുമാനമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2022-23 ഇക്കണോമിക്കൽ റിവ്യൂയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ മൊത്തം തൊഴിലാളികളിൽ എത്ര ശതമാനം കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നത്? എത്ര ശതമാനമാണ്? 46.5. 46.5% തൊഴിലാളികളാണ് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നത്. 2022-23 റിപ്പോർട്ട് അനുസരിച്ചാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാർഷിക തൊഴിലാളികളിൽ പെടാത്തത് ഏതാണ്? കാർഷിക തൊഴിലിൽ പെടാത്തത് ഏതാണ്? ഈ പറയുന്നവയിൽ വസ്ത്രനിർമ്മാണം. വസ്ത്രനിർമ്മാണം എന്ന് പറയുന്നത് കാർഷികേതര തൊഴിൽപ്പെടുന്നതാണ്. വസ്ത്രനിർമ്മാണം, ബാങ്കിങ്, അധ്യാപനം, കെട്ടിട നിർമ്മാണം ഇതെല്ലാം തന്നെ കാർഷികേതര മേഖലയിൽപ്പെടുന്നതാണ്. ജീവൻ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? മുതിർന്ന പൗരന്മാരാണ്. കൈവല്യ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. കൈവല്യ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? ഭിന്നശേഷിക്കാരാണ്. കൈവല്യ ഭിന്നശേഷിക്കാരാണ്. ശരണ്യ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ശരണ്യ പദ്ധതിയുടെ വനിതകളാണ്. ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഇതെല്ലാം ആൻസർ കിട്ടും. കൈവല്യ പദ്ധതി എന്ന് പറയുന്നത് ആരാണ് ഗുണഭോക്താക്കൾ? ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതിയാണ് കൈവല്യ. അതുപോലെ തന്നെ നവജീവൻ എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാർക്കാണ് നവജീവൻ പദ്ധതി. അതുപോലെ ശരണ്യ പദ്ധതി ആർക്കാണ്? വനിതകൾക്കാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രാചീന സിന്ധു നദീതട സംസ്കാരത്തിലെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ. പ്രാചീന സിന്ധു നദീതട സംസ്കാരത്തിലെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ ഏതാണ്? പരുത്തിയും കമ്പിളിയും.
പരുത്തി വസ്ത്രവും കമ്പിളി വസ്ത്രവുമാണ് ആരുപയോഗിച്ചിരുന്നത്? പ്രാചീന സിന്ധു നദീതട സംസ്കാരത്തിലെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പരുത്തിയിൽ നിന്ന് ലഭിക്കുന്ന ഏത് ഭാഗമാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്? പരുത്തിയിൽ നിന്ന് ലഭിക്കുന്ന എന്താണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്? പഞ്ഞിയാണ്. പരുത്തിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞിയാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായത് കണ്ടുപിടിക്കുക. ഇതിൽ തെറ്റായത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. എന്താണ് തെറ്റ്? ഡി ആണ് തെറ്റ്. വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കുന്നത് എന്താണ്? നീലമാണ്. ചണമാണോ? അല്ല. വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കുന്നത് നീലമാണ്. ഇനി ഈ ഓപ്ഷൻ വായിച്ചു നോക്കാം. ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ശരിയാണ്. ഒരു പ്രകൃതിദത്ത നാരാണ് ചണം. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നാരാണ് ചണം. ഒരു പ്രകൃതിദത്ത നാരാണ് ചണം. വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളം ചണങ്ങൾ കൊണ്ടുപോയിരുന്നു. ഓക്കെ, അതും ശരിയാണ്. വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളം ചണം കൊണ്ടുപോയിരുന്നു. തെറ്റേതാണ്? വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്നത് നീലമാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രധാനപ്പെട്ട കൈത്തറി കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഇതിൽ ഏതാണ് കൈത്തറി കേന്ദ്രങ്ങൾ? മുകളിൽ പറഞ്ഞവയെല്ലാം, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം തന്നെ കൈത്തറി കേന്ദ്രങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ആരാണ്? സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. യന്ത്രത്തറി കണ്ടുപിടിച്ചത് ആരാണ്? യന്ത്രത്തറി കണ്ടുപിടിച്ചത് ആരാണ്? എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ്. എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിക്കുന്നത്. യൂറോപ്പിൽ നിന്ന് കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിയവർ ആരെല്ലാം? യൂറോപ്പിൽ നിന്ന് കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിയത് ആരൊക്കെയാണ്? ഇവരെല്ലാവരും എത്തിയിട്ടുണ്ട്. പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ, ഇവരെല്ലാം തന്നെ യൂറോപ്പിൽ നിന്ന് കച്ചവടത്തിനായി ഇന്ത്യയിലേക്ക് എത്തിയവരാണ്. എന്തിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ഈ പറയുന്നവയിൽ എന്തിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? എന്തിൽ നിന്നാണ്? പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്തിൽ നിന്നാണ്? പെട്രോളിയത്തിൽ നിന്നാണ്. പട്ടുനൂലിൽ നിന്ന് എന്താണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? പട്ടാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോളിസ്റ്റർ, നൈലോൺ, റയോൺ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട നാരുകളാണ്? പോളിസ്റ്റർ, നൈലോൺ, റയോൺ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട നാരുകളാണ്? കൃത്രിമ നാരുകളാണ്. കൃത്രിമ നാരുകളാണ് പോളിസ്റ്റർ, നൈലോൺ, റയോൺ എന്നിവ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. 1859 മേൽമുണ്ട് ധരിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം അനുവദിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. 1859 മേൽമുണ്ട് ധരിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം അനുവദിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഉത്രം തിരുനാളാണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ് മേൽമുണ്ട് ധരിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം കൊടുത്തത്. അതെന്നാണ്? 1859 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിൽ വിസ്തൃതി പ്രാപിച്ചത് ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ്? തിരുവിതാംകൂറിൽ വിസ്തൃതി പ്രാപിച്ചത് ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂർ വിസ്തൃതി പ്രാപിച്ചത്. 21ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനം രൂപീകൃതമായ വർഷം. കേരള സംസ്ഥാനം രൂപീകൃതമായ വർഷം എന്നാണ്? 1956 നവംബർ 1. കേരള സംസ്ഥാനം രൂപീകൃതമായത് എന്നാണ്? 1956 നവംബർ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രതീകം. സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രതീകം എന്താണ്? ചർക്കയാണ്. ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രതീകം എന്താണ്? ചർക്കയാണ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രതീകം ചർക്കയാണ്. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച വർഷം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് എന്നാണ്? 1905 ഓഗസ്റ്റ് 7. 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഓഗസ്റ്റ് 7.
നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് 1905 ഓഗസ്റ്റ് 7 ആണ്. ഈ ഓഗസ്റ്റ് 7 കൈത്തറി ദിനമായിട്ട് ഇന്ത്യയിൽ ആചരിച്ചത് എന്ന് മുതലാണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓഗസ്റ്റ് 7 കൈത്തറി ദിനം ആയിട്ട് ഇന്ത്യയിൽ ആചരിച്ചത് എന്ന് മുതലാണ്? 2015 മുതലാണ്. 2015 മുതലാണ് ഓഗസ്റ്റ് 7 കൈത്തറി ദിനമായിട്ട് ആചരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഖാദി പ്രസ്ഥാനം ആരംഭിച്ച വർഷം? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഖാദി പ്രസ്ഥാനം ആരംഭിച്ച വർഷം? 1918. 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഖാദി പ്രസ്ഥാനം ആരംഭിച്ചത്.